ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ചാനൽ കിച്ചൻ ഓഫീസ് സ്റ്റോറി. അപ്പോൾ നമ്മൾ ഇന്നൊരു വിശന്ന് പൊരിഞ്ഞ് നിന്നെടുക്കുന്ന ഒരു വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, ഉമ്മച്ചി ഒന്നും ഉണ്ടാക്കി തന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയ ഫുഡ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പോണേണ് നമ്മൾ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീട് വെച്ച് ഇങ്ങോട്ടേക്ക് കയറിയിട്ട് ആദ്യമായിട്ടാണ് ഉമ്മച്ചിൻ്റെ ഉമ്മയും അനിയത്തിയും വന്ന് ഇവിടെ നിൽക്കുന്നത്. അപ്പം അവരൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ അവർ എന്തോ പാസ്തയോ മുഫിയും വിലയും കൂടി എന്തോ പാസ്ത അങ്ങനെ എന്തോ ഉണ്ടാക്കുന്നുണ്ട്. എനിക്കത് ഇഷ്ടമല്ല, അപ്പം ഞാൻ അത് കഴിക്കത്തില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് മിലയും മുഫിയും എന്താണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇത്രയും നിൽക്കാം. അപ്പോൾ ഗൈസ്, ഇത് ഇവിടെ പാസ്തക്ക് വേണ്ടിയുള്ള സംഭവങ്ങളാണോ ഉണ്ടാക്കുന്നത്? സോസ്. അപ്പോൾ ഗൈസ്, ഇത് പാസ്തക്കുള്ള സോസാണ്. നമ്മൾ എന്താ വെച്ചാൽ വേവിച്ച് വെച്ചേക്കുന്ന പാസ്ത ഞാൻ മൂഫിത ഓടിക്കളഞ്ഞു. നമുക്കപ്പം ഇനി അപ്പുറത്തെ കിച്ചണിലേക്ക് പോവാം. അവിടെയാണ് നമ്മൾ ബിരിയാണീൻ്റെ സംഭവങ്ങളൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്കിനി ബിരിയാണി ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ ഒറ്റക്കല്ല ബിരിയാണി ഉണ്ടാക്കുന്നത്, ഉമ്മച്ചിയും കൂടിയുണ്ട്, എൻ്റെ ഹെൽപ്പറാണ്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമ്മളുടെ സാധനങ്ങൾ. ഇത് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഉമ്മച്ചിനോട് ചോദിക്കാം. ഗൈസ്, ഇത് സവാള, പിന്നെ ഇത് തക്കാളി, പിന്നെ നമ്മൾ കുറച്ച് ചിക്കനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ചിക്കൻ, പിന്നെ ഇതെന്ത് മല്ലിയിലയും പുതിനയും, പിന്നെ ഇത് ഊറ്റി വെച്ചേക്കുന്ന ചോറ്, പിന്നെ അരി. സോറി ഫോർ ദാറ്റ് കമ്മിങ്. അപ്പോൾ ഗൈസ്, ഇതില് എന്തൊക്കെയാണ്? ഞാൻ ഹെൽപ്പറല്ലേ. It was at this moment he knew he fucked up. ഇതില് ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ വേപ്പില, അതൊക്കെ ഇട്ടിട്ടാണ് അടിച്ചു വെച്ചേക്കണേന്. തുറന്ന് കാണിക്കാം. കണ്ടില്ലേ, ഒരു ചമ്മന്തി പരുവത്തിൽ അരിച്ചു വെച്ചേക്കണേന്. പിന്നെ ഇത് ആവശ്യമായിട്ടുള്ള എന്താണ്, മുളക്, ഗരം മസാലപ്പൊടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇടാറുള്ളൂ. പിന്നെ ഇത് പെരിഞ്ജീരകം, ഗ്രാമ്പൂൻ്റെ ഇത്, പിന്നെ അത് തന്നെ, പിന്നെ പട്ട, ഏലക്ക, കറിയാമ്പൂ, ജാതിപത്രിയുടെ പൂവ്. ഇതൊക്കെയാണ് അപ്പോൾ ഇന്ന് വേണ്ട സാധനങ്ങൾ. നമ്മൾ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇന്ന് നല്ല മഴയുണ്ട്. ഇന്ന് സ്കൂള് ഒന്നാമത് നമുക്ക് മുടക്ക് വന്നേക്കണേണ്. ശനിയാഴ്ച നമുക്ക് ചിമ്മിണി ഓൺ ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇടയ്ക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് പോലെ ശബ്ദം ഉണ്ടെങ്കിൽ അത് നമ്മൾ ചിമ്മിണി ഓണാക്കി വെച്ചേക്കണേ. കാരണം അല്ലെങ്കിൽ കണ്ടില്ലേ വെട്ടം കത്തിയത് കാരണം ഇവിടെ ഭയങ്കരമായിട്ട് സ്മെല്ലാവും. അപ്പോൾ നമുക്കത് വേണ്ട. ഗൈസ്, ഇനി നമ്മൾ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ ഇതായി കഴിയുമ്പോൾ നമുക്ക് അപ്പോൾ ഗൈസ്, മച്ചീൻ്റെ ഇതുവരെ വീട് മാറിയിട്ടും കളയാത്ത ഒരു ഇളക്കുന്ന കയ്യിലാണ്. തവിന്ന് നമ്മൾ ചിലപ്പോൾ വിളിക്കുമായിരിക്കും. അപ്പോൾ ഈ പുരാതന വസ്തു വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. സവാള ഇട്ടേക്കുവാണ് നമ്മൾ ദേഹ്മത്തിൻ്റെ പുരാതന കയ്യിൽ.
അപ്പോൾ നമ്മളപ്പോൾ ഒരു സൈഡിൽ നമ്മൾ മസാലക്കുള്ളത്, മറ്റേ സൈഡിൽ നമ്മൾ ചെമ്പും വെച്ചിട്ടുണ്ട് ചോറിടാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെമ്പിൽ ഇപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് വെച്ചേക്കുവാണ്. എണ്ണ ഒഴിച്ചിട്ട് വേറെന്തോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നാൻ എനിക്കറിയില്ല, ഞാൻ മറന്നുപോയി. വീഡിയോ നോക്കിയിട്ടൊന്നും മനസ്സിലാവണമില്ല. ഇപ്പോൾ ജീരകം ഇട്ട് നമ്മളതിലേക്ക്. പിന്നെ നമുക്കങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഉമ്മച്ചീൻ്റെ കൈ കിട്ടാതൊക്കെ ഉമ്മച്ചീൻ്റെ ആ ഒരു അളവിലാണ് ഉമ്മച്ചീനാണ്. പിന്നെ ഇതെല്ലാം യൂട്യൂബിൽ നോക്കിയാണ് പഠിച്ചത്. അപ്പോൾ കുറേ നാൾ മുന്നേ വരെ ഉമ്മച്ചീൻ്റെ ബിരിയാണി ഇങ്ങനെ കുഴഞ്ഞു പോവായിരുന്നു. അപ്പോൾ വാച്ചി അത് ചീത്തയൊക്കെ പറയുമായിരുന്നു, ഈ കുഴഞ്ഞു പോകണം അധികം നമുക്ക് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ഇപ്പോൾ പിന്നെയും കുഴപ്പമില്ലാണ്ട് നല്ലോണം വിട്ട് കിടക്കുന്ന ചോറൊക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അതിലേക്ക് ഏലക്ക ഇട്ട് ജീരകം ഇട്ട് പിന്നെ വേറെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഇട്ട്, എനിക്ക് എന്താണെന്നറിയില്ല, അതിൻ്റെ പേരൊന്നും എനിക്ക് ശരിക്കും അറിയില്ല. അപ്പം എനിക്ക് ഉമ്മച്ചി ബിരിയാണി വെക്കാൻ കയറുമ്പോൾ എന്നുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്കായിരിക്കും ഇളക്കണ പണി കിട്ടണത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ തന്നെയാണ് ഉമ്മച്ചിനെ ഹെൽപ്പ് ചെയ്യാൻ കയറണത്, അല്ലെങ്കിൽ മുഫിയാണ് ചെയ്യാൻ കയറുന്നത്. ഞാൻ ഈ ഇളക്കണ പരിപാടി മാത്രമേ ചെയ്യുള്ളായിരുന്നു. ഇപ്പോൾ മുഫ്താക്ക് 10th ആയതുകൊണ്ട് ഞാനാണ് ഇപ്പോൾ ഉമ്മച്ചീൻ്റെ ഒഫീഷ്യൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഉമ്മച്ചി ഇപ്പോൾ ഇതിലേക്ക് എല്ലാം ഇടുന്നുണ്ട്. അവിടെ നമ്മൾ നേരത്തെ കാണിച്ച എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഉമ്മച്ചീൻ്റെ ആ ഒരു അളവിൽ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ അതൊന്ന് ഇളക്കി കൊടുത്ത് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് സവാളയും ഇടണുണ്ട്. അതെന്തിനാണെന്ന് എനിക്കറിയില്ല, അന്നും ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ മറന്നുപോയി. നമ്മൾ കുറച്ച് സവാളയും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണുണ്ട്. നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇളക്കണുണ്ട് അമ്മ. അപ്പോൾ നമ്മൾ 2 മിനിറ്റൊക്കെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഊറ്റി വെച്ചേക്കണ അരി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണേണ്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് അരി വറുക്കും. കാരണം അങ്ങനെ വറുത്താൽ വിട്ട് കിടക്കും അരി, അതുകൊണ്ടാണ് നമ്മളങ്ങനെ വറുക്കണത്. പക്ഷേ ഈ പ്രാവശ്യം വറുത്തപ്പോൾ അമ്മ കുറച്ച് അത് അടി കുറച്ചൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, കരിഞ്ഞല്ല, ചെറുതായിട്ടിങ്ങനെ ഇതായി പോയിട്ടുണ്ടായിരുന്നു, അത് കുഴപ്പമില്ലായിരുന്നു. മണം മാത്രമേ മാറിയുള്ളായിരുന്നു അരിൻ്റെ, ബാക്കി കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇപ്പുറത്ത് നമ്മൾ നേരത്തെ സിമ്മിലിട്ട് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ തൈരൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഉമ്മച്ചിക്ക് അങ്ങനെ അളവൊന്നുമില്ല, ഉമ്മച്ചീൻ്റെ അളവിൽ തന്നെയാണ് എല്ലാം ഇടണത്. ഇപ്പം തൈര് ഉണ്ടായിരുന്ന തൈര് മൊത്തം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെ ഈ ബിരിയാണീൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് ബിരിയാണിന്നൊരു എഴുതിയിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ ചോറിൻ്റെ ഒക്കെ ഒട്ടിച്ച് തന്നാൽ ഞാൻ ബിരിയാണിയാണെന്നും പറഞ്ഞ് കഴിക്കും. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ബിരിയാണി. പക്ഷേ ഇപ്പോൾ കുറച്ച് മാറിയിട്ടുണ്ട്. ഇപ്പോൾ അൽഫാം മന്തിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ബിരിയാണി പോയി ഇപ്പോൾ അൽഫാം മന്തിയായി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷേ ബിരിയാണി എപ്പോഴും അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സാധനമാണ്. പിന്നെ എനിക്ക് ഈ കടകളിലെയും വീട്ടിലുണ്ടാക്കണ ബിരിയാണീനെക്കാട്ടിയൊക്കെ ടേസ്റ്റ്
ഈ കല്യാണ വീട്ടിലെ ബിരിയാണി അത് കഴിക്കാൻ വേണ്ടി മാത്രമാണ് കല്യാണം കൂടാൻ വേണ്ടിയൊക്കെ പോണത്. അല്ലാണ്ട് അവിടെയുള്ള ആൾക്കാർ അറിഞ്ഞിട്ടോ അങ്ങനെ ഇതാക്കിയിട്ടൊന്നുമല്ല നമ്മൾ പോണം. പിന്നെ ഈ കുറച്ചൊക്കെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഈ കൊച്ചി വിട്ടൊക്കെ കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഈ കല്യാണ വീട്ടിലെ ബിരിയാണിയും പിന്നെ ഈ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ കിട്ടുന്ന ബിരിയാണി എന്ന് പറഞ്ഞാൽ നെയ്ച്ചോറ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നെയ്ച്ചോറും ഇറച്ചിക്കറിയും അങ്ങനെ പോലെയാണ് അവർ ബിരിയാണി തന്നത്. പക്ഷേ അപ്പോൾ നമ്മുടെ ടേസ്റ്റുള്ള ബിരിയാണിയാണ് അടിപൊളി. ഇങ്ങനെ മസാലയും ചോറും ഇങ്ങനെ കുഴഞ്ഞ് കിട്ടുന്ന ആ ഒരു ബിരിയാണിയാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബിരിയാണി അതാണ്. പിന്നെ ചിക്കൻ ബിരിയാണിയാണ് അടിപൊളി ടേസ്റ്റ്. ഉമ്മച്ചി ഉണ്ടാക്കാനായാലും എനിക്ക് പുറത്തുനിന്ന് കഴിക്കാനും ചിക്കൻ ബിരിയാണിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ഞാൻ മട്ടൻ ബിരിയാണി ഒന്നും അങ്ങനെ കഴിക്കത്തില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ വർഷം ആണെന്ന് തോന്നുന്നു, ഈ വർഷം ഫസ്റ്റ് എങ്ങാനും നമ്മളൊരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അത് ഞാനും ഉമ്മച്ചിയും മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ പോയപ്പോൾ അത് മട്ടൻ ബിരിയാണി, അത് അടിപൊളി ടേസ്റ്റുള്ള മട്ടൻ ബിരിയാണി ആയിരുന്നു. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് മട്ടൻ ബിരിയാണി കിട്ടിയിട്ട് അത് 2 പ്രാവശ്യമൊക്കെ ഇട്ട് കഴിക്കണത്. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു മട്ടൻ ബിരിയാണി. അതുമാത്രമേ എനിക്ക് മട്ടൻ ബിരിയാണിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ അങ്ങനെ മട്ടൻ ബിരിയാണി അങ്ങനെ അത്രയ്ക്ക് എനിക്ക് പ്രിയമല്ല. എന്നാലും ഉമ്മച്ചി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മട്ടൻ ബിരിയാണി ഉണ്ടാക്കും. കാരണം മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയാലേ ഞങ്ങൾ മട്ടൻ കഴിക്കുള്ളൂ. അല്ലാണ്ട് മട്ടൻ ഇപ്പോൾ പൊരിച്ച് തന്നാലോ കറി വെച്ച് തന്നാലോ അങ്ങനെ ഞങ്ങൾ കഴിക്കാറില്ല. കാരണം നമുക്ക് മട്ടനോട് അധികം അങ്ങനെ താല്പര്യമില്ല. നമുക്ക് ചിക്കനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ മുഫിക്കെന്ന് പറഞ്ഞാൽ മുഫി ബീഫ് ഒട്ടും കൂട്ടാത്ത ഒരാളാണ്. ബീഫ് എന്ന് പറഞ്ഞാൽ ബീഫൊന്നും ഒട്ടും കൂട്ടൂല. ബീഫ് പൊരിച്ചൊക്കെ വെച്ചാലും 1-2 പീസ്, അല്ലെങ്കിൽ കറിയിലെ ബീഫൊന്നും മുഫിദ കൂട്ടാറില്ല. കറീൻ്റെ ആ ഒരു ചാറ് മാത്രം എടുത്തിട്ടൊക്കെയാണ് കൂട്ടണത്. ആ മുഫിദാക്ക് ഉമ്മച്ചി ഉണ്ടാക്കണ ബീഫ് ബിരിയാണിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതെന്താണെന്നറിയില്ല. പിന്നെ ഇതൊരു തട്ടിക്കൂട്ട് ബിരിയാണി ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് കഴിയും, പെട്ടെന്ന് ഉണ്ടാക്കിയും കഴിയും. നമ്മൾക്കാണ് എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണമായിരുന്നു. അവരവിടെ പാസ്തയൊക്കെ ഉണ്ടാക്കി കഴിച്ച്. എനിക്ക് പാസ്ത ഇഷ്ടമല്ല അധികം. അതുകൊണ്ട് ഞാൻ പോയിട്ട് ഇപ്പി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ എനിക്ക് ഈ ചിക്കൻ ഇതിലേക്ക് മസാലയിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇളക്കാൻ പറ്റണില്ലായിരുന്നു. ഞാൻ തൊട്ട് ഉമ്മച്ചിനോട് ചോദിക്കണമായിരുന്നു, എന്തിനാണ് ഈ ചിക്കൻ ഇട്ടത്, എനിക്ക് ഇളക്കാൻ പറ്റണില്ല എന്നും പറഞ്ഞിട്ട്. കണ്ടില്ലേ, ഞാൻ ഒരുമാതിരിയൊക്കെയാണ് ഇളക്കണത്. എനിക്ക് ഇളക്കാൻ പറ്റണില്ലായിരുന്നു. കാരണം ഞാൻ ഒരു ഇളക്കുമ്പോൾ തന്നെ എൻ്റെ മേത്തേക്ക് തെറിക്കണമായിരുന്നു. ഞാൻ വൈറ്റാണ് ഒന്നാമത് ഇട്ടേച്ചത്. അപ്പോൾ എൻ്റെ മേത്തേക്ക് തെറിക്കുമ്പോൾ എനിക്ക് ഒന്നാമത് എന്തോ പോലെയായിരുന്നു. പിന്നെ അതേ ഇപ്പോൾ ബിരിയാണി സെറ്റ് ആറായിട്ടുണ്ട്. നമ്മൾ ചോറും മസാലയൊക്കെ ഇട്ടിട്ട് നമ്മളിതേ മസാലേൻ്റെ പുറത്തേക്ക് ചോറ് നമ്മൾ ഒരു സാൻഡ്വിച്ച് പരുവത്തിന് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണതാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി. പക്ഷെ നമ്മൾ ഈ വിളമ്പി വെച്ചപ്പോഴത്തേക്കും എന്താണെന്നറിയില്ല, നല്ല മഴയായിരുന്നു. അപ്പം തന്നെ കരണ്ടും പോയി. നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാനിരുന്നപ്പോഴും കരണ്ട് പോയി. ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ കരണ്ട് പോയി. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പോൾ അതേ ഫ്ലാഷൊക്കെ ഓണാക്കിയിട്ടാണ് കഴിക്കണ വീഡിയോ എടുത്തത്. ഇതിപ്പോൾ കുറച്ച് ഡിലേ ആയിട്ടുണ്ട് ഇടാനായിട്ട്. കാരണം എക്സാം യൂത്ത് ഫെസ്റ്റിവലൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വന്നുകൊണ്ട് ഭയങ്കരമായിട്ട് ബിസി ആയിപ്പോയി. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ ഈ അടുത്ത് തന്നെ വരട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ. ബൈ.